ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയ ആംബുലൻസിന്റെ മുന്നിലോടി വഴിതെളിച്ച വനിതാ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അപർണ ലവകുമാറിന്റെ പ്രവൃത്തിയെ അഭിനന്ദിക്കുകയാണ് നാട്. പലർക്കും അറിയില്ല, മനുഷ്യസ്നേഹത്തിന്റെ ഇടമുറിയാത്ത ഓട്ടം അപർണ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്ന്. തൃശൂർ ജില്ലയിലെ ആമ്പല്ലൂർ സ്വദേശിനിയാണ് അപർണ. 6ാം ക്ലാസ് മുതൽ അപർണ പഠിച്ചത് ഒരു അനാഥാലയത്തിലായിരുന്നു. സാമ്പത്തിക ശേഷിയില്ലാത്ത മാതാപിതാക്കൾ അവിടെ ആക്കുകയായിരുന്നു. തൃശൂർ പോലീസ് അക്കാദമിയുടെ എതിർവശത്തുള്ള ക്രൈസ്റ്റ് വില്ല പുവർ ഹോമിൽ പഠിക്കുമ്പോൾ അപർണ ഒരിക്കലും കരുതി കാണില്ല ഒരു പോലീസുകാരിയാകുമെന്ന്. വിവാഹം കഴിക്കുമ്പോൾ പോലും ഒരു ജോലി നേടുന്നതിനെക്കുറിച്ചോ പോലീസ് ആകുന്നതിനെക്കുറിച്ചോ ആലോചിച്ചിരുന്നില്ല. ഒരു വീട്ടമ്മയായി കഴിഞ്ഞാണ് പരീക്ഷ എഴുതുന്നതും പോലീസിലേക്ക് സെലക്ഷൻ കിട്ടുന്നതും. അപ്പോഴുള്ള ഏറ്റവും വലിയ ദുഃഖം മുട്ടോളമുള്ള മുടി മുറിച്ചു കളയേണ്ടി വരുമോ എന്നായിരുന്നു. ആ മുടിയാണ് പിന്നീടൊരിക്കൽ ക്യാൻസർ ബാധിച്ച ഒരു കുട്ടിക്ക് വിഗ് വയ്ക്കുന്നതിന് വേണ്ടി മുറിച്ചു കൊടുത്തത്. ട്രാഫിക് നിയമങ്ങളെപ്പറ്റിയും വ്യക്തിസുരക്ഷയെപ്പറ്റിയും സ്കൂളുകളിൽ ക്ലാസ് എടുക്കാറുണ്ട് അപർണ. സെപ്റ്റംബറിൽ അത്തരമൊരു ക്ലാസ് എടുക്കാൻ പോയപ്പോഴാണ് മുടി ദാനം ചെയ്യാൻ തീരുമാനമെടുത്തത്. പിന്നീട് കേരളം അപർണ എന്ന പോലീസുകാരുടെ പേര് കേൾക്കുന്നത് ആശുപത്രിയിൽ ബില്ലടയ്ക്കാനാവാതെ മോർച്ചറിയിൽ നിന്നും മൃതദേഹം വിട്ടുകിട്ടാതെ വിഷമിച്ച ഒരു കുടുംബത്തിന് കയ്യിൽ കിടന്ന 3 വള പണയം വയ്ക്കാൻ ഊരിക്കൊടുത്തപ്പോഴാണ്. ഭർത്താവിൻ്റെ അനിയൻ്റെ തലയ്ക്കടിയേറ്റ് മരിച്ച ഒരു സ്ത്രീയുടെ മൃതദേഹത്തിന് കൂട്ടുനിൽക്കാൻ വന്നതായിരുന്നു അപർണ. മൃതദേഹത്തിൽ പുതപ്പിക്കാനുള്ള വെള്ളത്തുണി വാങ്ങാൻ അവർ മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടുന്നത് കണ്ടപ്പോൾ 60,000 രൂപയിൽ പകുതിയെങ്കിലും അടയ്ക്കാതെ മൃതദേഹം വിട്ടുകിട്ടില്ലെന്ന് ആശുപത്രി തീർത്തു പറഞ്ഞപ്പോൾ അപർണ വളയൂരി നിർബന്ധപൂർവം അവരെ ഏൽപ്പിച്ചു. പിന്നീട് ഇന്നാണ് അപർണ ലവകുമാർ എന്ന പേര് കേൾക്കുന്നത്. തൃശൂർ നഗരത്തിൽ ആംബുലൻസിന് വഴിയൊരുക്കാൻ പിങ്ക് പോലീസിന്റെ ജീപ്പിൽ നിന്നും ചാടിയിറങ്ങി ഒറ്റയ്ക്ക് വണ്ടികളെ ഉന്തിമാറ്റി അസിസ്റ്റന്റ് SI അപർണ ലവകുമാർ. നല്ല മനുഷ്യരെ സംബന്ധിച്ച് നന്മ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, അതൊരു തുടർച്ചയാണ്.